കൊച്ചിയിൽ 14-കാരന് നിർബന്ധിച്ച് ലഹരി നൽകിയെന്ന പരാതിയിൽ അമ്മൂമ്മയുടെ ആൺ സുഹൃത്ത് അറസ്റ്റിൽ. തിരുവനന്തപുരം സ്വദേശി പ്രവീൺ അലക്സാണ്ടറാണ് അറസ്റ്റിലായത്. കൊച്ചി നോർത്ത് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. അന്ന് ഞാൻ അവിടെ നിൽക്കാൻ സമയത്ത് എൻ്റെ ക്രിസ്മസിൻ്റെ സമയത്താണ് ഈ സംഭവം നടക്കണത്. അപ്പം അന്ന് ഇതേമാതിരി എന്നെ കൊണ്ട് കഞ്ചാവ് വലിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യിപ്പിച്ച്. എന്നിട്ട് അത് ആദ്യം ചെയ്യിപ്പിച്ചത് ക്രിസ്മസിൻ്റെ തലേന്ന്. അത് കഴിഞ്ഞ് ക്രിസ്മസിന് ചെയ്യിപ്പിച്ചതിന് ശേഷം പിന്നെ ചെയ്യിപ്പിച്ചത് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഇതേമാതിരി സംഭവം ഉണ്ടായി. പിന്നെ ഈ പുള്ളിക്കാരൻ ഒരു ദിവസം എന്നെ വരാപ്പുഴയെ കൊണ്ടുപോയി. അത് എന്നിട്ട് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് ഒരു പൊതി മേടിച്ചിട്ടും വന്ന് എൻ്റെ കൈ തന്നിട്ട് എന്നോട് ഇത് പിടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പിടിച്ച് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കി. വീട്ടിൽ വന്ന് പുള്ളിക്കാരൻ റൂമിലോട്ട് കയറി. പുള്ളിക്കാരൻ ഡോറ് ചാരിയിട്ടേക്കാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ കണ്ടത് അപ്പം അത് കഞ്ചാവാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേമാതിരി ബർത്ത്ഡേ സമയത്ത് ഇതേമാതിരി കുടിപ്പിച്ചെന്നെ കൊണ്ട് അതേമാതിരി തന്നെ കഞ്ചാവ് വലിപ്പിക്കുകയും ചെയ്യിപ്പിച്ചു. ഇവിടെ ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ കുട്ടി തന്നെ പിന്നീട് പോലീസിൽ അറിയിക്കുകയായിരുന്നോ? ദിവ്യ, കഴിഞ്ഞ ഡിസംബറിലാണ് സംഭവം ഉണ്ടാകുന്നത്. ആദ്യത്തെ സംഭവം കഴിഞ്ഞ ഡിസംബറിലാണ് ഉണ്ടാകുന്നത്. അമ്മുമ്മയുടെ ആൺ സുഹൃത്തായ വ്യക്തി വീട്ടിൽ വെച്ച് കുട്ടിക്ക് പലതവണ കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും നിർബന്ധിച്ച് നൽകുകയായിരുന്നു. ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കളും മറ്റും ഉപയോഗിക്കാൻ നിർബന്ധിച്ചത് എന്ന് കുട്ടി പറയുന്നുണ്ട്. പിന്നീട് കുട്ടിയുടെ ഒരു സുഹൃത്തിനോട് കുട്ടി ഈ കാര്യം പറയുകയും പിന്നീട് അത് വീട്ടിലറിയുകയുമായിരുന്നു. വീട്ടിലറിയിച്ചാൽ വധിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതായി കുട്ടി പറയുന്നുണ്ട്. അത്തരത്തിലാണ് മാതാപിതാക്കൾ ഇതറിയുകയും പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്യുന്നത്. പലതവണയായി ഇയാൾ കുട്ടിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ ലഹരിമരുന്ന് ഉപയോഗിപ്പിക്കുകയും പിന്നീട് ഇത് ലഹരി വാങ്ങാനടക്കം കുട്ടിയെയും നിർബന്ധിച്ച് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് കുട്ടി പറയുന്നത്. 14 വയസ്സുകാരനാണ്. തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകി. ശേഷം ഈ പ്രതിയെ കാണാനില്ലായിരുന്നു, പ്രതി ഒളിവിലായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കുട്ടിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുകയും ഫോണിൽ വിളിച്ച് ഇത്തരത്തിൽ ഭീഷണി സന്ദേശങ്ങൾ വധിക്കുമെന്നടക്കം കുടുംബത്തെ അടക്കം വധിക്കുമെന്ന ഭീഷണി സന്ദേശങ്ങൾ അടക്കം നൽകുകയും ചെയ്തു എന്നാണ് കുടുംബം പറയുന്നത്. അഭിഭാഷകനെ കാണാനായി ഇന്ന് എത്തിയപ്പോഴാണ് ഈ തിരുവനന്തപുരം സ്വദേശിയായ പ്രവീണിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. എറണാകുളം നോർത്ത് പോലീസാണ് അല്പം മുമ്പ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ശരി, ലിഡിയ ജേക്കബാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.